Once upon a time, there was a ghost. അഡോൾഫ് ഹിറ്റ്ലർ എന്ന ജർമ്മൻ ഏകാധിപതി പീരങ്കിയാൽ യുദ്ധകളങ്ങളിൽ വെടിയുണ്ട വായിച്ചപ്പോൾ മറുവശത്ത് സമാനമായ വെടിയുണ്ടകൾ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച ഒരു കളിക്കാരനുണ്ടായിരുന്നു. ജർമ്മൻ വീരത്തെ ആവാഹിച്ചെടുത്ത് മാസ്മരിക പ്രകടനവും അസാമാനിക ഫിസിക്കുമായി പുൽമേടുകളിൽ വിസ്ഫോടനം നടത്തിയ ഒരു ജർമ്മൻ ഇതിഹാസം. അതെ, ഈ ഫുട്ബോൾ കളിക്കുന്നവർക്കറിയാം കേൾ ഹൈൻസ് റൂമനിക് എന്ന കാട്ടാളന്റെ കരുത്ത്. ഫ്രാൻസ് വെക്കമ്പൂറും കേടുമുള്ളവരും മരങ്ങുവാണിരുന്ന ജർമ്മൻ മണ്ണിൽ തന്റെ മുൻഗാമികളുടെ ശൗര്യത്തെ ഒട്ടും കുറയ്ക്കാത്ത പ്രകടനവും കൊണ്ടായിരുന്നു റൂമനിക്കിന്റെ കടന്നുവരവ്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം കൊണ്ട് ലോകമെമ്പാടും ആരാധക വലയം സൃഷ്ടിക്കാൻ അയാൾക്ക് അധിക സമയം വേണ്ടി വന്നിരുന്നില്ല. ബ്രസീലിന് പെലെയും അർജന്റീനയ്ക്ക് ഡിയാഗോ മറഡോണയും എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു ജർമ്മനിക്ക് റൂമനിക്. അത്രമേൽ അയാൾ അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. 90 മിനിറ്റും ഏതൊരു ആംഗിളിൽ നിന്നും വെടിയുടെ കണക്കെ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിടാനുള്ള കഴിവും അദ്ദേഹത്തെ മറ്റു കളിക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നു. എതിർ ടീമിലെ ഡിഫൻസിന്റെ മുട്ടുകിഴക്കാൻ അയാളുടെ നാമം തന്നെ ധാരാളമായിരുന്നു. 1980-81 കാലഘട്ടത്തിൽ അയാളുടെ മികവിന് ലോകം ചാർത്തിക്കൊടുത്തത് ബാലൺ ഡി ഓർ എന്ന പുരസ്കാരമായിരുന്നു. കാലം അതിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് അടിപതറിക്കൊണ്ടിരിക്കുന്ന ജർമ്മൻ ടീമിനെ നോക്കി ഏതൊരു ആരാധകനും കൊതിച്ചിരിക്കാം. ഒരിക്കൽ കൂടി കേൾ ഹൈൻസ് റൂമനിക്കിന്റെ പിറവിക്ക് ഒരു വിസ്മയത്തിന്റെ ഉദയത്തിന്